Assalamualaikum, Namaskaram and welcome back to my channel. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു 3 കേക്കിന്റെ ഓർഡറും ഒരേ ദിവസമുള്ള ഓർഡർ ആയിരുന്നു ട്ടോ. അപ്പോൾ മൂന്നാമത്തെ കേക്കിനെ ഞാൻ കാണിക്കുന്നില്ല. ഇതിൽ 2 കേക്ക് ഞാൻ ഒരുമിച്ചിട്ടാണ് ഐസിങ് ചെയ്യുന്നത്. ആ ഒരു വിശേഷമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ആണ് ട്ടോ. അപ്പോൾ 8 ഇഞ്ചിന്റെ പാനിലാണ് ഞാൻ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് ഒരുമിച്ചിട്ടാണ് ഞാൻ ഈ 2 കേക്കും ഐസിങ് ചെയ്യുന്നത്. അറിയാലോ 2 കേക്കിനും ഒരേ ഫില്ലിങ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 കേക്കും 3 ലെയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ കേക്ക് ബോർഡിലേക്ക് 1.5 ഇഞ്ചിന്റെ കേക്ക് ബോർഡാണ് ട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1 kg കേക്ക് ഐസിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മളെ കേക്ക് അവിടെ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ എടുത്തോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒന്ന് എൻ്റെ അടുത്തുള്ളത് നോർമൽ ടേൺ ടേബിൾ ഉണ്ടോ, ഞാൻ ഫസ്റ്റ് നമ്മൾ ബേക്കിംഗ് പഠിച്ച ടൈമിൽ വാങ്ങിയിട്ടുള്ള ആ നോർമൽ ഫൈബറിൻ്റെ ടേൺ ടേബിളാണ്. മറ്റേതാണ് ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് പെട്ടെന്നൊന്നും റൊട്ടേറ്റ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് എടുത്തതാണ്. കാരണം ഇതിൻ്റെ ഒന്നിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ഫോറസ്റ്റ് ഒന്ന് വൈറ്റ് ആണെങ്കിൽ ചോക്ലേറ്റ് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ബ്ലാക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും. അപ്പോൾ അതാ ഞാൻ രണ്ടും ഒരുമിച്ചിട്ട് തന്നെ ക്രീം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിയൊരു പൈപ്പിംഗ് കവറിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ഡയറക്റ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു പൈപ്പിംഗ് കവറിൽ ചെയ്തിട്ടുള്ളത് ശീലിച്ചു പോയി, അതുകൊണ്ട് തന്നെ എനിക്ക് മാറ്റാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ ബേക്കിംഗ് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടെന്ന്. അപ്പോൾ ഇതാ ഈസിയാണ്. നമുക്ക് 2 കേക്ക് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇതാ വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് ഫോറസ്റ്റിലേക്കും അതുപോലെ തന്നെ ചെറി നമുക്ക് നോർമലായിട്ട് 2ൽക്കും വേണ്ടതാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒരുമിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 കേക്കും ഒരേ ഓർഡറാണ്, ഒരു വീട്ടിലേക്കുള്ള ഓർഡർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫെററോ റോഷർ ഞാനിതിൽ കാണിക്കുന്നില്ല, മുന്നൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. ഇത് 2 ഒരുമിച്ച് നമുക്ക് എങ്ങനെ ഐസിങ് ചെയ്യാന്നുള്ളതാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയറിലേക്ക് വൈറ്റ് ഫോറസ്റ്റിലേക്ക് വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ ചെറിയും വെച്ചെടുത്തു. അതേപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റിലേക്ക് ബ്ലാക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ചെറി ഇട്ട് കൊടുത്തു. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുക, 2ാമത്തെ ലെയറും വെച്ച് കൊടുക്കുക. സെയിം അതേ പ്രോസസ്സ് തന്നെ മറ്റേ കേക്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഡെക്കറേഷനൊക്കെ ഒന്ന് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോർമലി നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വൈറ്റ് ഫോറസ്റ്റ് മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ എങ്ങനെയാണ് ഡെക്കറേഷൻ വരിക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, നോർമൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ ഒന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ 3rd ലെയറും നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കൂട്ടുകാരൊക്കെ എന്താ പറയുക ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട്. അതുപോലെ എല്ലാവരും നല്ല നല്ല കേക്ക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റാറ്റസിൽ കാണാറുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് ആണ് ഫസ്റ്റ് ക്രം കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. കാരണം വൈറ്റ് ഫോറസ്റ്റിന് സെക്കൻഡ് കോട്ട് ഞാൻ വൈറ്റ് കളറല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്രം കോട്ടൊക്കെ ചെയ്തിട്ട് ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്. അറിയാമല്ലോ പിന്നെ ആ ഒരു ടേൺ ടേബിളാണ് നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആവണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ സ്പീഡിൽ ചെയ്യാമെന്നുള്ള നിലയിൽ നമ്മളതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് ഇതാ ഇതിലേക്ക് നമ്മൾ ക്രം കോട്ടും അതുപോലെ ഫുൾ കോട്ടിങ്ങും ഇത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിലോട്ടൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഇതാ ഫസ്റ്റ് ക്രം കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം 10 മിനിറ്റ്. അതാകുമ്പോൾ ക്രംസ് ഒന്നും പിന്നെ നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്യുന്ന ടൈമിൽ കളറില്ല കേട്ടോ. കാരണം ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്, നമുക്കറിയാം കൂടുതൽ ആ ഒരു ബ്ലാക്ക് ഇത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങളൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഡയറക്റ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ സെക്കൻഡ് കോട്ടും ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ മുകൾ ഭാഗം ആദ്യം നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴ്ഭാഗം ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളെ കയ്യിൽ സ്ക്രാപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് അത്യാവശ്യം ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് നമ്മൾ പാലറ്റ് നൈഫിൻ്റെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളതാണ് കേക്കിൽ. നമ്മളെ വെഡ്ഡിങ് കേക്ക് കണ്ടവർക്ക് മനസ്സിലാവും. ആ ഒരു പാലറ്റ് നൈഫിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ ഇതിലും കൊടുക്കുന്നത്. ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്, അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ എന്താ പറയുക, നമ്മളെ വൈറ്റ് ഫോറസ്റ്റിനെ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്രെം കോഡ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റിനെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ വേറെ കളറാണ് കൊടുക്കണമെന്ന്. അപ്പോൾ ലെമൺ യെല്ലോ, മാജിക്കിൻ്റെ ലെമൺ യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ മാജിക് റെഡും. ഇത് രണ്ടും 1 ഡ്രോപ്പാണ് കേട്ടോ ഞാൻ ഇട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടുതലായിട്ടുണ്ടെങ്കിൽ കുറച്ച് പണി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ലൈറ്റ് കളറാണ് ഉദ്ദേശിക്കുന്നത്, പീച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ലെമൺ യെല്ലോയും റെഡ്, മാജിക് റെഡിൽ നിന്ന് 1 ഡ്രോപ്പും കൂടെ ഇട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കളറാണ് കിട്ടൽ. കുറേ ആൾക്കാർ കളർ മിക്സ് ചെയ്യണേ കാണിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡബിൾ കളറാണ് എല്ലാവരും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആളെ പേര് ഞാൻ ഓർക്കണില്ല, കുറേ ആൾക്കാരായി ഇതുപോലെ പറയണം. ഞാൻ അധികം ക്രീം ബീറ്റ് ചെയ്തിട്ട് അങ്ങ് കളർ ചേർത്താൽ നിങ്ങൾക്ക് ഡെക്കറേഷനാണ് കാണിച്ചു തരാറുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ ക്രീമിലൊക്കെ കൊടുക്കുന്ന ടൈമിൽ ജെൽ കളർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നെ ക്രീം പെട്ടെന്ന് മെൽറ്റ് ആവുന്ന പ്രശ്നമൊക്കെ വരും. എന്നിട്ട് ഞാനിതൊരു പൈപ്പിംഗ് കവറിലാക്കുന്നുണ്ട്. നമ്മളെ നോസിലിട്ട് ആ ഒരു കവറിൽ തന്നെ നമുക്കിത് ഫുള്ള് ഈ ഒരു പീച്ച് കളർ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് ഇനി പീച്ച് കളറിന് വാങ്ങേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരു യെല്ലോ എടുത്താലും മതിയാവും കേട്ടോ. യെല്ലോ പ്ലസ് റെഡ്, അത് 1 ഡ്രോപ്പാണ് കേട്ടോ ഇട്ടിക്കുന്നുള്ളൂ. ലൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് ഫുള്ളായിട്ട് തന്നെ കേക്കിൽ കവർ ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ചെയ്യുന്ന ഒരു ഡെക്കറേഷനും ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെയാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ സ്ക്രാപ്പറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ആദ്യം ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മൾ സൈഡ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മുകളിലോട്ട് പൊങ്ങി വരും. അപ്പോൾ ആ ഒരു ക്രീം ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഷാർപ്പ് എഡ്ജൊക്കെ വരുത്തുന്നത്. ഇനിതാ നമ്മളെ പാലറ്റ് നൈഫ് വെച്ചിട്ട് താഴെ നിന്ന് മുകളിലോട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ലൈൻസ് കേക്കിൽ വരും കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മളിങ്ങനെ ടേൺ ടേബിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുകയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതുപോലെ മുകളിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ കൈയും ടേൺ ടേബിളും കൂടെ ഒരുമിച്ച് തിരിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ കേക്കിൻ്റെ ഫിനിഷിംഗ് ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഈ ഒരു ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് തന്നെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യുന്നത് നമ്മൾ ലീഫ് നോസിൽ ഉണ്ടല്ലോ, ലീഫൊക്കെ വരക്കണ നോസിൽ, ആ ഒരു നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാൻ ആദ്യം വലിയ ലീഫ് നോസിലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എനിക്ക് തോന്നി അത് കുറച്ച് വലിയ ചിത്രമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ ചെറിയ നോസിലെടുത്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഷോപ്പിൽ പോയിട്ട് അതിന് പ്രത്യേകിച്ച് നമ്പറൊന്നും നോക്കണ്ട, ലീഫ് നോസിൽ നിന്ന് തന്നെ പറഞ്ഞാൽ മതി, അപ്പോൾ കിട്ടും. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ലീഫ് നോസിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് തോന്നി വിചാരിക്കുന്നു. വളരെ കുഞ്ഞു നോസിലാണ് കേട്ടോ. ഈ ഒരു ഷേപ്പ് കണ്ടാൽ മനസ്സിലാവും. ഇനി നമ്മൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് എടുക്കാം. അതിലേക്ക് ഞാൻ ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട്. ഇത്രയ്ക്ക് ലൈന് വേണ്ട കേട്ടോ, ഇത്രയ്ക്ക് കട്ടി വേണ്ട. ഞാൻ നോസിൽ എന്താ പറയുക, പ്രത്യേകിച്ച് നോസിലൊന്നും ഇടാതെ പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അധികം കട്ടിയാക്കാതെ വരച്ചെടുക്കുക. എന്നിട്ട് പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ മുകളിലോട്ട് ഇങ്ങ് വലിച്ചു കൊടുക്കുക കേട്ടോ, നമ്മൾ ക്രീമിനെ വലിച്ചു കൊടുക്കുക. അപ്പം ഈ ഒരു ഡെക്കറേഷൻ കിട്ടും. ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ അത് താഴെ ഇതുപോലെ ഒരു ഡെക്കറേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിൽ ഫ്ലവർ വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്ലവറൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഫ്ലവറിനെ ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. നമ്മളെ 111 എന്നുള്ള നോസിലുണ്ടല്ലോ, ആ ഒരു നോസിൽ 2 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ഒന്നിലേക്ക് വൈറ്റും മറ്റതിലേക്ക് ബ്ലൂ കളറും കൂടെ എടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾക്ക് ആ ഒരു നോസിൽ വെച്ചിട്ട് ഇതുപോലെ വൈറ്റ് റോസ് വരച്ചു കൊടുക്കുക. റോസ് പെറ്റലിൽ വരയ്ക്കുന്ന നോസിലാണ്. ഇതും കുറേ വാട്സപ്പിൽ സ്റ്റാറ്റസ് കണ്ടപ്പം എങ്ങനെ വരച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പല ആളുകളും. അപ്പോൾ അതാ നെക്സ്റ്റ് നമ്മൾ ബ്ലൂ ഉള്ള കളർ എടുക്കുക. സെയിം നോസിലാണ് രണ്ടിലും യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒന്നിൽ എനിക്ക് എന്താ പറയുക, ആദ്യത്തെ കമ്പനി അനുസരിച്ച് കിട്ടിയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഷേപ്പ് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 111 എന്നുള്ള 2 നോസിലുണ്ടെങ്കിൽ ഇതുപോലെ റോസ് വരച്ചെടുക്കാം. പിന്നെ ഫോണ്ടൻറ്റിലാണ് നമ്മൾ പേരെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് അടിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കാരണം കൂടെ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അതുപോലെ പുതുതായിട്ട് നമ്മൾ ചാനൽ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.